മുണ്ടത്തിക്കോട് അപകട സമയത്ത് വെടിക്കെട്ട് പുരയിലുണ്ടായിരുന്നത് 37 പേരെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ഇന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്ത് കണ്ടെത്തിയ 300 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉടൻ നീക്കം ചെയ്ത് നിർവീര്യമാക്കും. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രദേശം പൂർണ്ണമായും പോലീസ് നിയന്ത്രണത്തിലായിരിക്കുമെന്ന് തൃശൂർ പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്കുക്ക് അറിയിച്ചു. നമ്മൾ ഇപ്പോഴും ഇവിടെ ചെക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കടേവർ ഡോഗ് വെച്ചിട്ട് ഇന്ന് വീണ്ടും നമ്മൾ ചെക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബോഡി പാർട്സ് കിട്ടുന്നുണ്ട്. ആ ബോഡി പാർട്സ് എല്ലാം നമുക്ക് സാമ്പിളും അതിന്റെ ബോഡി പാർട്സ് എടുത്തിട്ട് DNA പരിശോധന വേണ്ടി അയക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് ഒന്നുകൂടി ഡബിൾ ഷുവർ ആവാൻ വേണ്ടി മുഴുവൻ ഏരിയ കടേവർ ഡോഗ് വെച്ചിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈനിങ് മാൻ പവർ വെച്ചിട്ട് മുഴുവൻ ഏരിയ കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും വേറെ എക്സ്പ്ലോസീവ്സും ബോഡി പാർട്ട് എന്തെങ്കിലും ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്. ACP ക്രൈംബ്രാഞ്ച് നിസാറും ACP ഒല്ലൂർ തോംസൺ 2 പേരായിട്ട് 2 ടീം ലീഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇന്നും മുഴുവൻ ഏരിയ ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആവാൻ അത് പ്ലാനാണ്. ഇന്ന് വൈകുന്നേരത്തോട് എല്ലാ നമ്മുടെ ഇവിടുത്തെ ബേസിക് പരിശോധന കംപ്ലീറ്റ് ആവും. അതിന്റെ കൂടെ തന്നെ സാമ്പിളിംഗ് എടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എക്സ്പ്ലോസീവ്സ് ഉടനെ മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്കത്തോട് കംപ്ലീറ്റ് ആവുന്ന ഒരു സാധ്യത ഉണ്ട്. എക്സ്പ്ലോസീവ്സ് ഇവിടെ നമുക്കൊരു ഇത് മാഗസീനിൽ നമ്മൾ മാറ്റാൻ പോവാണ്. ഇന്ന് എന്തൊക്കെയാണ് കിട്ടിയത്? കുറെ കിട്ടിയിട്ടുണ്ട് എക്സ്പ്ലോസീവ്സ്. ഇന്നലെ തന്നെ എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടി, അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്പ്ലോസീവ്സ് ഇന്നലെ രാത്രി നമുക്ക് രാത്രി ആയത് കാരണം ഇന്നലെ മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് എക്സ്പ്ലോസീവ് മൂവ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് കുറേ ഇലക്ട്രോണിക് മൊബൈൽ ഫോണും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബോഡി പാർട്സ് ചെറിയ ബോഡി പാർട്സ് കഡാവർ ഡോഗ് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ മാസെടുത്തിട്ട് DNA പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. സോറി, എത്ര മൊബൈൽ ഫോൺസ് ആണ് കണ്ടെത്തുന്നത്? ഏകദേശം നമുക്കൊരു 10 മൊബൈൽ ഫോൺസ് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കുറെ കാലം റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി കീപ്പ് ചെയ്യും? അതെ, ഇത് നമുക്ക് ഫുൾ ഏരിയ ഇപ്പോൾ റിസ്ട്രിക്ഷൻ ആയിട്ട് തന്നെ മാറ്റുന്നുണ്ട്. ബിക്കോസ് ജുഡീഷ്യൽ കമ്മീഷനും പുതിയ ഇൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടി ഈ ഏരിയ നമുക്കൊരു റിസ്ട്രിക്റ്റഡ് ഏരിയ ക്രൈം സീൻ ആയിട്ട് ഫുൾ ടൈം ഇപ്പോൾ ഗാർഡ് ചെയ്യാൻ പോവാണ്. There is no official communication. ടെമ്പറേച്ചർ കൂടിയതല്ല കാരണം എന്നാണ് ഇപ്പം പ്രസോ ഒരു നിഗമനം പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, ഇന്നലെ കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് പെസോ ഉള്ള ടീം വന്നായിരുന്നു. അവർ ഇന്നലെ പരിശോധന ചെയ്തിട്ട് ഇവിടെ തന്നെ പോയിട്ടുണ്ട്. ബട്ട് അതിന്റെ പ്രത്യേകിച്ച് കാരണം എന്താണ് അത് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. 2-3 കാരണങ്ങൾ അവർ പറയാനുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ബട്ട് അതിന്റെ എക്സാക്ട് കാരണം അവരെല്ലാം അവരെ പരിശോധിക്കാം, കെമിക്കൽ അനാലിസിസ് ചെയ്ത ശേഷം മാത്രം അവർ പറയും. സാധ്യതകൾ എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടേക്കാണ് ഡിഫ്യൂസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്? ഇപ്പോൾ നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 200 to 300 kilograms ഓഫ് എക്സ്പ്ലോസീവ് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിൻ്റെ അതെല്ലാം വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മാക്സിനിൽ സൂക്ഷിച്ചിട്ട് മാജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ലീഗലി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി എക്സാക്ട് ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ് അത് ഇതുവരെ നമുക്ക് കെമിക്കൽ അനാലിസിസും സയന്റിഫിക് എക്സ്പെർട്ടിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം മനസ്സിലാവും ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്ലോസീവ്സ് എക്സ്പ്ലോഷൻ മുമ്പ് ഉണ്ടായിരുന്നു. 4 പേരാണല്ലോ മിസ്സിംഗ് ആയിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് അത്ര തന്നെയാണോ? നമ്മൾ മിസ്സിംഗ് പേഴ്സൺസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ളൊരു കൗണ്ട് എങ്ങനെയാണ്, എത്രയാണ്? അല്ല, മിസ്സിംഗ് നമുക്ക് ഇതുവരെ 4 പേഴ്സൺസ് മിസ്സിംഗ് ആണ് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ DNA എടുത്തിട്ട് നമുക്ക് കിട്ടിയ ബോഡി പാർട്സും അതിൻ്റെ DNA എടുത്തിട്ട് 2 മാച്ചിങ് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പരിശോധന ഏകദേശം ഒരാഴ്ചയുടെ മുമ്പ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാച്ച് ആവുന്ന അനുസരിച്ച് വാട്ട് എവർ ഫർദർ നിയമനം നമുക്ക് കളക്ടറേറ്റിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് അവർ ബാക്കി കാര്യങ്ങൾ. അതെ, DNA എടുത്തു. മൊബൈൽ DNA ലാബ് വരുന്നുണ്ടോ ഇവിടെ? അതെ, ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ മൊബൈൽ DNA ലാബ് തിരുവനന്തപുരം നിന്നും എത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടിന് ഒരു സാധ്യതയുണ്ടോ? ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പരിശോധന ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെന്തെങ്കിലും ഇതുവരെ ആരും ഒരു പ്രത്യേകിച്ച് എക്സാക്ട് കാരണം എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഐ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റും കുറച്ച് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ എല്ലാ സയന്റിഫിക് എവിഡൻസ് പ്ലസ് ഐ വിറ്റ്നസ് എല്ലാം കൊറബറേറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് എക്സാക്ട് കോസ് എന്താണ് അത് മനസ്സിലാവും. വിറ്റ്നസിന്റെ മൊഴികൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇല്ല, വിറ്റ്നസിന്റെ മൊഴിയിലും കുറച്ച് കോൺട്രഡിക്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാ കാര്യക്കും കുറച്ച് സെറ്റിൽ ആയ ശേഷം
ഒന്നുകൂടി ചോദിച്ചിട്ട് അതിന്റെ എന്താ കാരണം എവിടെ നിന്നാണ് ഫയർ തുടങ്ങുന്നത് അത് കുറച്ച് മനസ്സിലാവും. ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് ക്ലിയർ. ടൈം ലൈൻ ഉണ്ടോ? നമ്മളിപ്പോൾ ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ടോ? എത്ര സമയത്തിനകം അത് പൂർത്തിയാക്കിയിട്ടൊരു ഫൈനൽ അല്ല, നമുക്ക് മാക്സിമം നമ്മുടെ സ്പീഡ് മുഴുവൻ ഒരു 4 DYSPസും 15 IP-മാരെ വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയാണ്. സോ വി ആർ ട്രൈങ് ടു മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള നമ്മുടെ ഇതുണ്ട്, നമ്മുടെ പ്ലാൻ ഉണ്ട്. ബട്ട് എക്സാക്ട് ടൈം ലൈൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഒരാഴ്ചക്കകം കംപ്ലീറ്റ് ചെയ്യില്ല. അതെ അവർ പറയുന്നുണ്ട്, മിനിമം ഒരു 3 to 5 days പറയുന്നുണ്ട്. ബട്ട് വിതിൻ 1 week വി ഷുഡ് എക്സ്പെക്ട് ദ പോസിറ്റീവ് റിസൾട്ട്. ബട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്ന കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹയർ ലാബിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പിന്നെ സമയം കൂടും. ഈ 34 എന്നുള്ള കൗണ്ടിൽ തന്നെ നിൽക്കുകയാണോ? അതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ദാറ്റ് ഈസ് 34. ഇന്നലെ പറഞ്ഞ പ്രകാരം, ഇന്നലെ DG ആദ്യം പറഞ്ഞ പ്രകാരം 34 പേര് നമ്മൾ അത് ഐഡന്റിഫൈഡ് ആണ്. അതിന്റെ കൂടെ തന്നെ 4 പേര് മിസ്സിംഗ് ആണ്. അങ്ങനത്തെ കണക്കിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ 34+4 ആണോ? യെസ്, 34 + 4 38. 38 ആണ് മൊത്തം അല്ലേ? അതിന്റെ ഒരു ബോഡി ഉണ്ട്, ഒരു ബോഡിയിൽ മിസ്സിംഗും ഒരു ബോഡി ആയതുകൊണ്ട് അത് ടോട്ടൽ 37 ആയിട്ട് നമ്മൾ കാണുന്നു.